അങ്കമാലി ശബരി റെയിൽപാതയ്ക്കായി സ്ഥലമെടുപ്പ് പുനരാരംഭിക്കാൻ ഭരണാനുമതി. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 303.58 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. നടപടികൾ ആരംഭിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. വിജ്ഞാപനവും പുറത്തിറങ്ങി. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, സ്ഥലമേറ്റെടുപ്പ് പുനരാരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? സൈഫുദ്ദീൻ, വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ശബരി റെയിൽപാതയുടെ ബന്ധപ്പെട്ടുള്ള നടപടികൾ വീണ്ടും സജീവമാകുന്നത്. ഇന്നാണ് അഡീഷണൽ സെക്രട്ടറി വിജയശ്രീ KSന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുള്ളത്. വിവിധ ജില്ലകളിലായി, പ്രത്യേകിച്ച് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നായി 303 ഹെക്ടറിലധികം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചിട്ടുള്ളത്. നിലവിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിലടക്കം ഈ റെയിൽവേ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ശബരി റെയിൽപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ തന്നെയും ഏറ്റവും എടുത്തു പറയേണ്ടത് എറണാകുളം ജില്ലയിൽ 152 ഹെക്ടറും കോട്ടയം ജില്ലയിൽ 33 ഹെക്ടറും ഇടുക്കി ജില്ലയിൽ 119 ഹെക്ടറും ഭൂമിയായിരിക്കും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ വേണ്ടത്ര നഷ്ടപരിഹാരം നൽകിക്കൊണ്ടായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായാൽ തന്നെയും ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു കടമ്പ കടന്നു എന്ന് മനസ്സിലാക്കാം. പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടിക്രമങ്ങളാണ് റെയിൽവേ പാത വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. മധ്യകേരളത്തിന്റെ റെയിൽവേ യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിർണായകമായ സംവിധാനമാകുമെന്ന് കരുതപ്പെടുന്ന പദ്ധതിയാണ് അങ്കമാലി ശബരി റെയിൽപാത. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ യാത്രാ ക്ലേശങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലടക്കം, പരിഹാരമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ശരി ആഷിഖ്.